ഹായ്. അതെ അറിഞ്ഞില്ലേ, അനിതേ പോലീസ് നോക്കി ആരോ ഒറ്റിയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ അടിവാരത്തെ ബീവറേജ് അല്ലാണ്ട് നിൽക്കാനാ അല്ലേ? സംഗതി ഓളി ചെയ്തത് തെറ്റാണെങ്കിലും ആ കുട്ടിയുടെയും വയസ്സായ തള്ളയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ എന്തേലും ഒന്ന് ചെയ്യണം. ഈ വക കേസൊന്നും മെമ്പറോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെമ്പർ മുങ്ങും. മുങ്ങിയാലെന്നാ തെറ്റ്? കർഷക സമരം നടത്തിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. സംഗതിയേ വാറ്റ് കേസാ. തൊട്ടാലേ തൊട്ടവൻ നാറും. ഓ, അവളുണ്ടാക്കി തന്ന വാറ്റ് മോന്തുമ്പം ആർക്കും ഈ നാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തനിക്ക് ഇത്ര തന്നെ താനം കൂടി ഒന്ന് ഇറക്കടൂ. ഇറക്കട ഇറക്കൂ, അനക്ക് കാണണം. ഇറക്കം ചെയ്യും. തന്റെ മുന്നിൽ കൂടി അവളെ കൊണ്ടുവരികയും ചെയ്യും. അല്ലേ ഏട്ടായി? ഇത് ഞങ്ങളെ കുടിവെള്ളത്തിന്റെ പ്രശ്നം. വാ ബായ്, അങ്ങോട്ട് വരെ നമ്മളെ ഹോൾഡ് എന്താന്ന് കാണിച്ചു. അല്ല, ഞാൻ നിൽക്കണോ ഏട്ടാ? വേണ്ട വേണ്ട, ഒന്നും പറയാൻ പറ്റില്ല, പൊയ്ക്കോ. കുറെ കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വീട്ടിലെത്തിയൊരു ഫീലിംഗ് അല്ലേ? അനിത ചേച്ചിനെ ഇറക്കാൻ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ പിടിച്ചെടുത്തോ? നിങ്ങൾ രണ്ടാളും കൂടെ ഇറക്കുന്നു പറഞ്ഞ് വെല്ലു വിളിച്ചത്. ചെല്ലടാ, ചെന്നിറക്കടാ. ബായ്, എനിക്കൊരു ഐഡിയ. ബായ് മുണ്ടും മടക്കി കുത്തി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. അനിത ചേച്ചിന്റെ കൈ പിടിക്കുന്നു, സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നു. അതാണല്ലോ ഹീറോയിസം. അതുകൊള്ളാം. തൽക്കാലം ഇപ്പോൾ ഉള്ള ഹീറോയിസവും നായക പരിവേഷവും കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. വെറുതെ ഒരു ഐഡിയ പറഞ്ഞ് എന്നെ കഞ്ഞി പാറ്റിയിട്ടല്ലേ. ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് വാ. സാർ താനോ? അല്ല, ഞങ്ങളിവിടെ നിന്നോളാം. ഞങ്ങളൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്ന. സോറി, ഒരു സഹായമായിട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 3 സഹായം ചോദിച്ചാലേ എനിക്കൊരു ത്രില്ലുള്ളൂ. ഇപ്പൊ സാർ ഒന്ന് ചെയ്തിട്ട് 2 പിന്നെ ചെയ്താൽ മതി. എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? അത് ഈ ഇരിക്കുന്ന അനിതയെ കേസിൽ നിന്ന് ഒഴിവാക്കി സാറ് വെറുതെ വിടണം പ്ലീസ്. എങ്ങനെയെങ്കിലും. അയ്യോ അയ്യോ, പറ്റൂലടാ. അതാടാ, ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറാൻ പറ്റുന്ന കേസാ. അത് മാത്രം നടക്കൂല. പറ്റൂലാഞ്ഞിട്ടാണ്ടാ. ഒന്നും തോന്നരുത്. സാറ് വിചാരിച്ചാൽ നടക്കും. ഒരു പിഞ്ചു കുഞ്ഞും പ്രായമായ സുഖമില്ലാത്തൊരമ്മയും അവളെ ആശ്രയിച്ച ജീവിക്കുന്നത്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇനി ഇമാതിരി പരിപാടിക്ക് പോകൂലെന്ന് അവളെ കണ്ട് എഴുതി ഒപ്പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോ. ശരി സാർ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. കേട്ടല്ലോ, പുലിപ്പീലി പറഞ്ഞത് കൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് വെറുതെ വിടാ. ഇനി ഇത് ആവർത്തിച്ചാൽ SI ജിമ്മിക്ക് കമൽ ജിമ്മി മൈക്കിൾ ആരാണെന്ന് നീ അറിയും. വലിയ ഉപകാരം. എന്താ ഇത് ബിലു? എന്ത് ഇത്? എങ്ങനെ വന്നത്? ഓട്ടോയ്ക്ക് വന്നത്. എന്നിട്ട് ഓട്ടോ വിട്ടോ? വിട്ടു. എന്നാ GP പോയിക്കോ. അപ്പൊ സാറ്? ഞാൻ നടന്നു പോയിക്കോളാം. 8 കിലോമീറ്ററല്ലേ ഉള്ളൂ. പോയിക്കോ പോയിക്കോ. കോയക്ക പറ്റില്ലെഴുതിക്കോ. ശരി. ഈ വണ്ടി സ്ഥിരമായിട്ട് ഇവിടെ ഇടാൻ പറഞ്ഞിട്ട് ശരി സാറേ. ഫോറസ്റ്റുകള് ഫ്ലാറ്റായി പോയി. ഇവിടെ ഞങ്ങളെ വെല്ലുവിളിച്ച ചെലവന്മാരുണ്ടായല്ല. മനസ്സിലായടാ പോലീസിലെ പീലയുടെ ഹോൾഡ്. ഇനി ഇവിടെ ആര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പുല്ല് പോലെ എന്താ നോക്കി പേടിപ്പിക്കുന്നത്? വീട്ടിൽ പോ. ഒന്നും കൊടുക്കണോ? വേണ്ട, ചത്തു. പള്ളിപണിയാണല്ലോ. വലിയ ബക്കറ്റിലെടുക്ക്. വേഗം കൊടുക്കുന്നു. നോക്കി
ഒന്നും അറിയില്ല ചോ. ഈ സതീഷിനെ ആദ്യം തീ ആളി കത്തുന്ന വിവരം പറഞ്ഞ് അപ്പൊ തന്നെ കപ്പിയാരി വിളിച്ച് മണിയടിക്കാനും പറഞ്ഞു. ഞാൻ കൂപ്പിൽ തടികയറ്റി വിട്ടിരുന്ന വഴിയാ. അപ്പോഴവിടെ തീയാളി കത്തണുണ്ട്. എന്റെ സംശയം ഇതൊരു മോഷണ ശ്രമമാണെന്നോ. അല്ല, നിനക്കിതിപ്പോ ആരാന്നാ? അങ്ങനെ ചോദിച്ചാ നാട്ടുകാരല്ലാത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അകത്ത് തീ ഒരു വിധം അണച്ചു. എന്തായാലും മോഷണ ശ്രമമൊന്നുമല്ല, എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ആയതാ. പിന്നെ ആ ഷെൽഫിലിരുന്ന കാശ് മുഴുവൻ കത്തിപ്പോയി. ഞാൻ ഈ നാട്ടുകാർക്കൊക്കെ എന്ത് സമാധാനം പറയും? അയ്യോ ഈശ്വര, ഞാനിത് എവിടെ ചെന്നു? പരിഹാരം ഉണ്ടാക്കാൻ സാറേ. ഹലോ, എല്ലാരും കൂടെ ജാഥയായിട്ട് എങ്ങോട്ടാ? ദാണ്ടേ തടയണേലൊരു ശവം. ശവം? മെമ്പറേ, ബോഡി ഇങ്ങനെ കിടന്ന പ്രശ്നമാണ്. ഇപ്പൊ തന്നെ തീർത്തോടിയിട്ടുണ്ട്. അതിനിപ്പോ ആരാ എന്നാന്ന് അറിയണമെങ്കിൽ ആദ്യം ബോഡി കരക്ക് എത്തിക്കണ്ടേ? ഞാൻ എന്നാ ചെയ്യാനാച്ചോ? പറഞ്ഞിട്ട് ആരെങ്കിലും കൂട്ടാക്കണ്ടേ? എല്ലാവർക്കും പേടിയാ. സാറ് വിചാരിച്ച ബോഡി എടുക്കാൻ എന്തെങ്കിലും അതെ, എന്റെ ഈ സ്റ്റേഷനല്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതുവരെ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അണ്ടിപ്പിൽക്കാവ് സ്റ്റേഷനാ. ഞാനിത് ചെയ്യാനാണ്. അച്ചോ, ഞാൻ ഇറങ്ങാം. ഒന്നുമില്ലേലും ഒരു മനുഷ്യനല്ലേ കിടക്കുന്നത്. അതെ, വെള്ളത്തിൽ കിടന്ന് കുറച്ച് ചീർത്തെങ്കിലും മനുഷ്യൻ തന്നെയാണ് അല്ലേ? അറിയില്ലേ? പുലിപ്പീലി മിടുക്കനാ മിടുക്കൻ. എന്നാ വേഗം. ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞാനിവിടെ വരാം. അല്ല, അത് ആളൊന്ന് നന്നായി, അത് വളരെ നന്നായി. അവിടത്തോളം വരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് പോവല്ല. തെന്നലേ തെന്നലേ തെന്നലേ. സൈഡിൽ നല്ല ഒഴുക്കുണ്ട്. അയ്യോ, നല്ലേ. എന്നാലും നിങ്ങൾ പോലീസായിട്ട് കുഴപ്പമില്ല. ജംബുവാ. പുലി പിടിച്ചതാ. പുലി പിടിച്ചതാ. നിങ്ങൾ കയറ് വലിച്ചു പിടിക്കേ. ബോഡിയിൽ കിട്ടാ. വലിച്ചോ. ടൈറ്റ് ആക്കിക്കോ. ഓക്കെയാലോ? നീങ്ങനെ ഭായിയുടെ മൊത്തം പിടുത്തം വിട്ട് പോകാൻ ലക്ഷണം. മെമ്പറേ, ഇന്നലത്തെ ബാങ്കിന്റെ തീപിടുത്തവും ഇപ്പൊ ജംബുവിന്റെ മരണവും രണ്ടും കൂടി ആവുമ്പോ മനസ്സിൽ വല്ലാത്തൊരു പേടി. അയ്യോ, എന്റെ പൊന്നു വാസു, ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പുലി ഏതായാലും നടന്നു വന്നു ബാങ്കിന് തീ വെക്കാനൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ പറഞ്ഞില്ലേ 2 എണ്ണം ഉണ്ടെന്ന്. അതാണ് എല്ലാ സ്ഥലത്തും പുലിനെ കാണുന്നത്. ഇനിയിപ്പോ എന്താ ഒരു വഴി വെച്ചോ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ പൊന്നു പീലി, എങ്ങനെയെങ്കിലും ഈ പുലിയെ കൊടുന്നു പിടിക്കും. അച്ഛൻ ഇനി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം ചക്കിയിട്ടപ്പോ ഒരു മൊയിലെത്തു നീർച്ച എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. അച്ഛൻ വേറെ ആമ്പിള്ളേരെ കിട്ടും നോക്ക്, അല്ലെങ്കിൽ കുരുതി മലക്കാവിൽ ഇനിയും കുരുതി അടക്കും. പുലിയെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഈ കുരുതിമലക്കാവിൽ ഇനി പുലി കാരണം ഒരാളുടെ ജീവനും പോവില്ല. ഇത് ഫിലിപ്പോസിന്റെ വാക്കാ. നമ്മൾ അങ്ങോട്ടല്ലേ പോണ്ട്? തിരിഞ്ഞു കഴിഞ്ഞ 5 പൂട്ടാ നേരെ നടക്കും.